കേരളത്തിൽ വീണ്ടും ലവ് ജിഹാദ് എന്ന ആരോപണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രതി കഴിഞ്ഞ നിരവധി കാലങ്ങളായി ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒടുവിൽ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞുണ്ടായപ്പോൾ മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി ഒളിച്ചോടുകയുമാണ് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. കോഴിക്കോട് കൂടരഞ്ഞി കക്കടാംപൊയിൽ സ്വദേശി ഷാഹുലിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഷാഹുലിനെതിരെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കുറ്റം ചുമർത്തിക്കൊണ്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5/8/2024 പ്രതി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് 12:30 താലി ചാർത്തി വിവാഹം കഴിച്ചുവെന്ന് പെൺകുട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് FIRലും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു. ചെറായിലുള്ള ബീച്ചിനടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുന്നു. പിന്നീട് കോഴിക്കോട് കക്കടാംപൊയിൽ തന്നെയുള്ള പ്രതിയുടെ വീട്ടിലെത്തിക്കുന്നു. അവിടെ വെച്ച് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ താമസിക്കുന്നു. വർഷങ്ങളോളം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നിർധന കുടുംബത്തിലെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ടും ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഷാഹുൽ എന്ന 21 വയസ്സുകാരനായ ഈ പ്രതി ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് FIR പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടി ഗർഭിണിയായി. പിന്നീട് ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോൾ ആ പെൺകുട്ടി ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ പ്രതി ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിച്ചതിന് ശേഷം മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തിലുള്ള പെൺകുട്ടിയെയും പ്രണയം നടിച്ച് വശീകരിച്ച് ആ പെൺകുട്ടിയെ കൂടി തട്ടിക്കൊണ്ടുപോയി എന്നാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൂടി ഇയാൾ ഒപ്പം കൂട്ടി മറ്റൊരിടത്തേക്ക് മാറിയെന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ കേരളത്തിൽ ലവ് ജിഹാദിനെ നിർവചിക്കാനുള്ള നിയമമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ പോലീസ് പറയുന്നത് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഹൈക്കോടതിയിൽ പോലും കേരളത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഷയിൽ ഇത് ലവ് ജിഹാദ് എന്ന് നമുക്ക് പറയാനാകില്ല. എന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നാണ് കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ നിരന്തരമായി പറയുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ അവർ പറയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഈ വിഷയത്തിൽ ലവ് ജിഹാദാണിത്, ഈ പെൺകുട്ടിയെ പ്രണയം നടിച്ചുകൊണ്ട് വശീകരിച്ചുകൊണ്ട് വിവാഹം കഴിച്ച് ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു, ഈ പെൺകുട്ടിക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ആവർത്തിച്ച് പറയുന്നത്. ആ ഹൈന്ദവ സംഘടനകളുടെ വാക്കുകൾ ശരിയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ മറ്റൊരു ലവ് ജിഹാദ് കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് വരുന്നത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR പറയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. ഹിന്ദു മതത്തിലെ പട്ടികജാതി വിഭാഗത്തിലുള്ള വേട്ടുവ സമുദായക്കാരിയായ പരാതിക്കാരിയുമായി അടുപ്പത്തിലായ ഉന്നത മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പ്രതി പരാതിക്കാരി പട്ടികജാതി വിഭാഗത്തിലുള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ 5/8/2024 തീയതി ഉച്ചയ്ക്ക് 12:30 ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വച്ച് താലികെട്ടി വിവാഹം കഴിച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് അന്നേ ദിവസം എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ബീച്ചിനടുത്തുള്ള ലച്ചു എന്നയാളുടെ വീട്ടിൽ വച്ചും തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ കക്കാടംപൊയിൽ കള്ളിപ്പാറയിലുള്ള പ്രതിയുടെ വീട്ടിൽ താമസിപ്പിച്ചും ഭാര്യ ഭർത്താക്കന്മാർ എന്ന രീതിയിൽ കഴിഞ്ഞ് പ്രതി പരാതിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആയതിൽ പരാതിക്കാരിക്ക് 6 മാസം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടാവുകയും പരാതിക്കാരി പട്ടികജാതിക്കാരിയാണെന്നുള്ള കാരണത്താൽ പ്രതി നിലവിൽ പരാതിക്കാരിയെയോ പരാതിക്കാരിയുടെ കുട്ടിയെയോ സംരക്ഷിക്കുന്നില്ലെന്നും പ്രതി പരാതിക്കാരിയെ വിവാഹം കഴിച്ചതായി തെറ്റിദ്ധരിപ്പിച്ച് 5/8/2024 തീയതി മുതൽ നാളിതുവരെയായി ലൈംഗികമായി പീഡിപ്പിച്ചു വരികയാണെന്നും ആണ് ഇപ്പോൾ FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് എറണാകുളത്തും കോഴിക്കോടുമുള്ള ഹൈന്ദവ സംഘടനകൾ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതി മറ്റൊരു പെൺകുട്ടിയെ കൂടി വലയിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും ഈ വിഷയത്തിൽ മാതൃകാപരമായിട്ടുള്ള നടപടി വേണമെന്നാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകളുടെ പ്രധാനപ്പെട്ട ആവശ്യം.